കൂടുതൽ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സാമ്പിൾസ് ഉണ്ടെങ്കിൽ ആ സാമ്പിൾസിന്റെ മീൻ ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേരിയൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ഇക്വാലിറ്റി ഓഫ് മീൻസ് ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു അനോവ എന്ന് പറഞ്ഞ ടെക്നിക്ക്. അത് രണ്ട് ടെക്നിക്സ് ഉണ്ട്, വൺ വേ ക്ലാസിഫിക്കേഷനും ടു വേ ക്ലാസിഫിക്കേഷനും. അതിൽ വൺ വേ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. വൺ വേ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എന്താ ചെയ്യാം, ഒബ്സർവേഷൻസിനെ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും ഓൺ ദ ബേസിസ് ഓഫ് എ സിംഗിൾ ക്രൈറ്റീരിയ. അതായത് വൺ വേ ക്ലാസിഫിക്കേഷനിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചുള്ള ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. എക്സാമ്പിൾ പറഞ്ഞു, അസംഷൻസ് പറഞ്ഞു, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയർ പറഞ്ഞു, പ്രോബ്ലം ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. നമുക്ക് ടു വേ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. സെക്കൻഡ് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടോ? ടു വേ ക്ലാസിഫിക്കേഷൻ. Two-way classification of ANOVA. Two-way classification എന്ന് പറഞ്ഞത് വൺ വേ ക്ലാസിഫിക്കേഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ടു വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. വൺ വേ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഡിപെൻഡന്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ആയിരിക്കും ഉണ്ടായിരിക്കുക. ടു വേ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് ഒരു വേരിയബിളിന്റെ എന്താ പറയാ എഫക്റ്റ് അറിയണം. അതായത് ഒരു വേരിയബിളിന്റെ അല്ല, ഒന്നിൽ കൂടുതൽ വേരിയബിളിന്റെ, രണ്ട് വേരിയബിളിന്റെ എഫക്റ്റ് നമുക്ക് മെഷർ ചെയ്യണം. അതിന് ആ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടു വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ANOVA. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. ഒരു അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ yield നമുക്ക് തന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ കഴിഞ്ഞ വൺ വേയിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോഴുള്ള yield നമുക്ക് തന്നിരുന്നു. അപ്പൊ അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ പറഞ്ഞ ഫെർട്ടിലൈസറും ഡിപെൻഡന്റ് വേരിയബിൾ പറഞ്ഞ yield ആയിരുന്നു. അപ്പൊ ആ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് മൂലം yield ഉണ്ടാകുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ yield ഉണ്ടാകുന്ന ചേഞ്ച് ആയിരുന്നു വൺ വേയിൽ നമ്മൾ, അതൊരു എക്സാമ്പിൾ ആണ്, വൺ വേ ANOVA യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ ഫെർട്ടിലൈസർ മാത്രമല്ല, നമ്മൾ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സീഡ്സും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സീഡ്സും ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസറും യൂസ് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ yield എന്ത് വേരിയേഷൻ ഉണ്ടാകുന്നു എന്ന് നമുക്ക് അറിയണം. അപ്പൊ അവിടെ നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്, വെറൈറ്റി ഓഫ് സീഡ്സും വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സും. ഈ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് yield എന്ത് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമോ, അതോ ചേഞ്ചുകളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടു വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ANOVA. ഓക്കെ, ANOVA യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് രണ്ട് സാമ്പിളിൽ കൂടുതൽ ഒബ്സർവേഷൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് വേരിയബിളിന്റെ എഫക്റ്റ്, ഒരു ഡിപെൻഡന്റ് വേരിയബിളിൽ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ എഫക്റ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടു വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ANOVA. മനസ്സിലായോ? അപ്പൊ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വൺ വേയില് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളേ ഉള്ളൂവെങ്കിൽ ടു വേയിൽ വരുന്നത് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. ആ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനും ഡിപെൻഡന്റ് വേരിയബിളിൽ എന്ത് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും, എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമോ, അതോ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ടു വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ANOVA. മനസ്സിലായോ? ശരിക്കും വൺ വേ ANOVA മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ അതേ പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. A two-way ANOVA is an extension of the one-way ANOVA. A two-way ANOVA is an extension of one-way ANOVA. In one-way ANOVA, we have one independent variable,
we have one independent variable affecting a dependent variable. Affecting a dependent variable. We'll stop. With a two-way ANOVA, there are two independent variables. With a two-way ANOVA, there are two independent variables. That is, if we want to know the effect of, more than one factor, comma, an analysis of variance can be used. To test the effect of two factors simultaneously. Comma, such a test is called two-factor ANOVA. Next paragraph ആയിട്ട് എഴുതുക. For example, the agricultural yield may be classified on the basis of different varieties of seeds and also on the basis of different fertilizers. Full stop. നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ വരട്ടെ, ഞാൻ പറയാം. ഇനി ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. ടു വേ അനോവയില് നമുക്ക് രണ്ട് ടൈപ്പ് എഫക്റ്റുകൾ ഉണ്ട്, മെയിൻ എഫക്റ്റും ഇന്ററാക്ഷൻ എഫക്റ്റും. ടു വേ അനോവയില് രണ്ട് ടൈപ്പ് വേരിയേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് പറയാം. മെയിൻ എഫക്റ്റും ഇന്ററാക്ഷൻ എഫക്റ്റും. എന്താന്ന് പറഞ്ഞുതരാം. മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, effect of one independent variable on the dependent variable. Main effect എന്ന് പറഞ്ഞാൽ എന്താ, effect of one independent variable on the dependent variable. അതിനെയാണ് നമ്മൾ മെയിൻ എഫക്റ്റ് എന്ന് പറയുക. അതായത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ഡിപെൻഡന്റ് വേരിയബിളിൽ വരുത്താവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ മെയിൻ എഫക്ട് അല്ലെങ്കിൽ മെയിൻ വേരിയേഷൻ എന്ന് പറയുക. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിന്റെ എക്സാമ്പിളില് നമ്മുടെ മെയിൻ എഫക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, വെറൈറ്റി. അവിടെ നമ്മുടെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് ഉണ്ടായിരുന്നത്, വെറൈറ്റി ഓഫ് സീഡ്സും വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സും. അപ്പൊ വെറൈറ്റി ഓഫ് സീഡ്സും മൂലം അഗ്രികൾച്ചറൽ ഈൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ഒരു മെയിൻ എഫക്ട് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? വെറൈറ്റി ഓഫ് സീഡ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഇതിനെയാണ് ഒരു മെയിൻ എഫക്ട് എന്ന് നമ്മൾ പറയുന്നത്.
സെക്കൻഡ് മെയിൻ എഫക്ട് ഇവിടെ രണ്ട് മെയിൻ എഫക്ട് ഉണ്ടാവും. കാരണം എന്താ, രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. ഇതേപോലെ തന്നെ വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് മൂലം അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ നമ്മൾ രണ്ടാമത്തെ മെയിൻ എഫക്ട് എന്ന് പറയും. മനസ്സിലായോ? ജൂവേല് രണ്ട് ടൈപ്പ് ഓഫ് എഫക്ട്സ് ഉണ്ട്, മെയിൻ എഫക്ട്സും ഇന്ററാക്ഷൻ എഫക്റ്റും. മെയിൻ എഫക്ട് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ മൂലം ഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് മെയിൻ എഫക്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്, വെറൈറ്റി ഓഫ് സീഡ്സും വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സും. ഈ വെറൈറ്റി ഓഫ് സീഡ്സും ആദ്യത്തെ വെറൈറ്റി ഓഫ് സീഡ്സ് മൂലം അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ വൺ മെയിൻ എഫക്ട് എന്നും, രണ്ടാമത്തെ വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ് മൂലം ഉണ്ടാകുന്ന ചേഞ്ചിനെ നമ്മൾ രണ്ടാമത്തെ മെയിൻ എഫക്ട് എന്നും പറയും. ക്ലിയർ ആയോ എന്താണ് മെയിൻ എഫക്ട് എന്ന്? ഇനി ഇന്ററാക്ഷൻ എഫക്ട് അപ്പൊ എന്തായിരിക്കും? ഇന്ററാക്ഷൻ എഫക്ട് എന്ന് പറഞ്ഞാല് വെറൈറ്റി ഓഫ് സീഡ്സും വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സും ഒരുമിച്ചെടുക്കുമ്പോ ജോയിന്റ് വേരിയേഷൻ ആണ്. മനസ്സിലായോ? ഇത് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുമ്പോ വെറൈറ്റി ഓഫ് സീഡ്സ് പ്ലസ് വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്ത്? ഇന്ററാക്ഷൻ എഫക്ട്. മനസ്സിലായോ? നമുക്ക് മറ്റേത് മെയിൻ എഫക്ട് എന്ന് പറയുമ്പോൾ ഓരോ പെർട്ടിക്കുലർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മൂലം ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകുന്ന എഫക്ട് ആണെങ്കിൽ, ഇന്ററാക്ഷൻ എഫക്ട് ഈസ് എ ജോയിന്റ് എഫക്ട്. അതായത് രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഒരുമിച്ചെടുക്കുമ്പോൾ അത് ഒരുമിച്ചെടുക്കുന്നത് മൂലം നമ്മുടെ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ ഈൽഡിൽ എന്ത് ചേഞ്ച് വരുന്നു അതാണ് നമ്മുടെ interaction effect എന്ന് പറയുന്നത്. So in two-way ANOVA we have two types of effects. One is main effect and second one is interaction effect. Main effect is the effect of one independent variable on the dependent variable, and interaction effect is the joint effect of independent variables on the dependent variable. Clear ആയോ? എഴുതോ. In two-way ANOVA we have two types of effects. In two-way ANOVA we have two types of effects. First one, main effect. Main effect നായിട്ട് ഒരു കോളൻ ഇടുക, എന്നിട്ട് എഴുതുക it is the effect of one independent variable on the dependent variable. It is the effect of one independent variable on the dependent variable. For example, the effect of variety of seeds on agricultural yield. For example, the effect of variety of seeds, on agricultural yield is the one main effect. I'll stop. The effect of variety of fertilizers on agricultural yield is the second main effect. എഴുതിയോ? Second, interaction effect. ഇതൊരു കോളൻ ഇടുക, interaction effect. ഒരു കോളൻ ഇട്ടിട്ട് എഴുതുക. The effect of two independent variables together. Interaction effect. It is the effect of two independent variables together on the dependent variable. It is the effect of two independent
independent variables together on the dependent variable. For example, the joint effect of variety of seeds and variety of fertilizers, the joint effect of variety of seeds and variety of fertilizers on agricultural yield. For example, the joint effect of variety of seeds and variety of fertilizers on agricultural yield. എഴുതിയോ? ശ്രദ്ധിക്കാം. ഈ 2-വേ അനോവയിൽ നമ്മൾ 1-വേ അനോവയിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മൾ എന്താണോ അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ഡിപെൻഡന്റ് വേരിയബിളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുന്നുണ്ടോ, സിഗ്നിഫിക്കന്റ് ചേഞ്ച് വരുത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള ഒറ്റ സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2-വേ അനോവയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. അപ്പൊ ആ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളിനും ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് 2-വേ അനോവയിൽ നിന്ന് മനസ്സിലാക്കാം. സോ ഇൻ 2-വേ അനോവ we test 2 types of hypothesis. അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, സീഡിന്റെയും ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് അല്ലെങ്കിൽ സെറ്റ് H naught such that variety of seeds are not significant against H1 such that variety of seeds are significant. Similarly, നമുക്ക് ഒരു ഹൈപ്പോത്തസിസ് കൂടി എഴുതാം. H naught such that variety of fertilizers are not significant against H1 such that variety of fertilizers are significant. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും ഈ സീഡും ഫെർട്ടിലൈസറും മാത്രം ആവണമെന്നില്ല. നമുക്ക് എന്താണോ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രണ്ട് വേരിയബിളിന്റെ എഫക്റ്റ് ആണോ ഡിപെൻഡന്റ് വേരിയബിളുടെ എഫക്റ്റ് ആണോ നമുക്ക് തന്നിരിക്കുന്നത്, അതിനനുസരിച്ച് ഹൈപ്പോത്തസിസ് മാറും. ഇവിടെ നമ്മൾ എടുക്കുന്ന എക്സാമ്പിളില് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് സീഡ്സും ഫെർട്ടിലൈസേഴ്സും ആണ്. സോ നമുക്ക് ഈ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സീഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്ന് എടുക്കാം. അതേപോലെ തന്നെ വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അങ്ങനെ രണ്ട് സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിൽ ചിലപ്പോൾ നമുക്ക് വെറൈറ്റി ഓഫ് സീഡ്സ് സിഗ്നിഫിക്കന്റ് ആയിട്ട് കിട്ടും, ഫെർട്ടിലൈസേഴ്സ് ചിലപ്പോൾ നോട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ട് കിട്ടാം, എങ്ങനെ വേണമെങ്കിലും കിട്ടാം. ഇതിൽ നിന്ന് ഏത് വേരിയബിൾ ആണ് ഔട്ട്പുട്ടിൽ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ടെസ്റ്റിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇൻ 2-വേ ANOVA we test 2 type of hypothesis depending upon the independent variables. മനസ്സിലായോ? In 2-way ANOVA we test 2 types of hypothesis. In 2-way ANOVA we test 2 types of hypothesis. We'll stop. In our example we set H naught such that variety of seeds are not significant
against ബോർഡിലുണ്ട് H1 such that variety of seeds are significant. Also, H0 such that variety of fertilizers are not significant against H1 such that variety of fertilizers are significant. Assumptions on two-way ANOVA. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അസംഷൻസ് മാത്രമായിട്ട് 2 മാർക്കിന് ചോദിച്ചു കാണാറുണ്ട്. Assumptions on two-way ANOVA. ഫസ്റ്റ് അസംഷൻ നമുക്ക് എല്ലാവരും നമ്മൾ പാരാമെട്രിക് ANOVA എന്ന് പറഞ്ഞൊരു പാരാമെട്രിക് പ്രൊസീജിയർ ആണ്. ഇതിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്നത് എന്താ, നമ്മൾ എടുക്കുന്ന പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണ്. തന്നെയാണ് ഫസ്റ്റ് അസംഷൻ. ദ പോപ്പുലേഷൻ മസ്റ്റ് ബി ക്ലോസ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. The population must be close to normal distribution. The population must be close to normal distribution. Second one, samples must be independent. Samples must be independent. Samples must be independent. മൂന്നാമത്തെ, population variances must be equal. Population variances must be equal. Population variances must be equal. Fourth one, groups must have equal sample sizes. Groups must have equal sample sizes. പണ്ട് ANOVAയിൽ എങ്ങനെയായിരുന്നു, നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പുകൾക്ക് ഈക്വൽ സാമ്പിൾ സൈസ് വേണമെന്നുണ്ടായിരുന്നില്ല. അവിടെ N1 = N2 = etc = Nk ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എത്ര സാമ്പിൾ ഉണ്ടോ അത്രയും സാമ്പിളുകളുടെ സാമ്പിൾ സൈസുകൾ സെയിം ആയിരിക്കണം. അതായത് N1 = N2 = etc = Nk ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വ്യത്യാസമാണ് വൺ വേയിൽ നിന്ന് ടു വേയിലേക്ക് വരുമ്പോൾ. ഇനി ടു-വേ ANOVAയിൽ നമുക്ക് 2 കേസുകളുണ്ട്. അതിൽ ഒന്ന് പറയുന്നത്, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എഴുതണ്ട, വിത്തൗട്ട് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് അല്ലെങ്കിൽ വാല്യൂസ്. വിത്തൗട്ട് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് ഓർ വാല്യൂസ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പറഞ്ഞ ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ ഇപ്പൊ എങ്ങനെയായിരിക്കും, വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇവിടെ വെറൈറ്റി ഓഫ് സീഡ്സ്. സീഡ്സ് നമുക്ക് XYZ ആണ് വെറൈറ്റി. ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ABC ആണെങ്കിൽ ഇതിന്റെ വാല്യൂസ്, അതായത് yield, ഒരു മെട്രിക് ടണ്ണിൽ തരുന്ന yield ആണെന്ന് വിചാരിക്കുക. 6 മെട്രിക് ടൺ, 7, 3, അവിടെ ഡിയും കൂടി ഉണ്ടെങ്കിൽ 8, then 5, 3, 7, 5, 4, 3, 4. ഇങ്ങനെയാണ് ഡാറ്റ എങ്കിൽ ഇവിടെ ഏത് ഫാക്ടറും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മെഷർമെന്റ്സ് ഇല്ല. എല്ലാം ഓരോ പ്രാവശ്യം വരുന്നുള്ളൂ. അതായത് A എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറും X എന്ന് പറഞ്ഞ വെറൈറ്റിയും യൂസ് ചെയ്യുമ്പോഴുള്ള yield ആണ് ഈ 6 മെട്രിക് ടൺ. അത് ഒരു പ്രാവശ്യം ആ കോമ്പിനേഷൻ വരുന്നുള്ളൂ. അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ടാണ് വിത്തൗട്ട് റിപ്പീറ്റഡ് വാല്യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ANOVAയിൽ നമുക്ക് 2 കേസ് വരും, വിത്തൗട്ട് റിപ്പീറ്റഡ് വാല്യൂസും വിത്ത് റിപ്പീറ്റഡ് വാല്യൂസും. അതിൽ വിത്തൗട്ട് റിപ്പീറ്റഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എഴുതി, വെറൈറ്റി ഓഫ് സീഡ്സ് 3 വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ് 4 എടുത്തു. അപ്പൊ X എന്ന് പറഞ്ഞ വെറൈറ്റിയും A എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന yield അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6 മെട്രിക് ടൺ ആണ്. അതിപ്പോ ക്രോപ്പിന്റെ ആവാം അല്ലെങ്കിൽ വീറ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ,
ഏത് ക്രോപ്പ് വേണമെങ്കിലും ആവാം, മനസ്സിലായോ? അത് വീറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ നെല്ലാവാം, എന്ത് വേണമെങ്കിലും ആവാം. എക്സ് എന്ന് പറഞ്ഞ വെറൈറ്റി ഓഫ് സീഡും എ എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 6 മെട്രിക് ടൺ ആണ്. പക്ഷെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം വരുന്നുള്ളൂ, അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് വിത്തൗട്ട് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ വിത്ത് റിപ്പീറ്റഡ് എന്താണെന്ന് ഇതേപോലെ ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇത് ക്ലിയർ ആയോ? ഇതിപ്പോ വിത്ത് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പറയാം. വിത്തൗട്ട് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യാതെ നോക്കരുത്. ഇപ്പൊ ഇവിടെ 5 വന്നു, ഇവിടെ 5 വന്നു. ഇതെല്ലാം റിപ്പീറ്റഡ് മെഷർമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യരുത്. മനസ്സിലായോ? ഇവിടെ നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സീഡ്സും ഒന്ന് ഫെർട്ടിലൈസറും ആണ്. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ സീഡും എ എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറിന്റെയും കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6 മെട്രിക് ടൺ ആണ്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഈ ടേബിളിൽ ഒരൊറ്റ പ്രാവശ്യം വരുന്നുള്ളൂ, അല്ലെ? ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇല്ല. മനസ്സിലായോ? ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ കാണിച്ചു തരാം. സപ്പോസ് നമ്മൾ ഇത് തന്നെ ഈ ഒരു ഇതിപ്പോ ഇവിടെ 3 പ്ലോട്ടാണുള്ളത്, അല്ലെ? ഈ 3 പ്ലോട്ടിൽ നമ്മൾ വീണ്ടും ഇത് ഒരു പ്രാവശ്യം കിട്ടിയ എന്താണ് നമ്മുടെ ഈൽഡാണ് 6. നമ്മൾ ഒന്നും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്തപ്പോ 7 കിട്ടി, പിന്നെ ഒരു 8 കിട്ടി, പിന്നെ ഒരു 2 കിട്ടി, പിന്നെ ഒരു 5 കിട്ടി. ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം എല്ലാത്തിന്റെയും. അതായത് ഇവിടെയും നമ്മൾ എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത മെഷർമെന്റ്സും കൂടി തന്നിട്ടുണ്ടാവാം ചില കേസിൽ. അങ്ങനെ റിപ്പീറ്റഡ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, എക്സ് എന്ന് പറഞ്ഞ വെറൈറ്റി ഓഫ് സീഡും എ എന്ന ഫെർട്ടിലൈസറും ഒരു പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് വിത്ത് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് ആവും. മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത്? അതായത് ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യരുത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതിയ എക്സാമ്പിളിൽ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ വെറൈറ്റി ഓഫ് സീഡ്സ് ആയിക്കോട്ടെ ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ എല്ലാം ഓരോ പ്രാവശ്യമേ എന്ത് വന്നിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആ കോമ്പിനേഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കോമ്പിനേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരേ എന്താ പറയാ പെർട്ടിക്കുലർ ഫീൽഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ വെറൈറ്റി ഓഫ് സീഡും എ എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറും ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 6 മെട്രിക് ടൺ കിട്ടി. നമ്മൾ വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അതേ കോമ്പിനേഷൻ അതേ ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 7 മെട്രിക് ടൺ കിട്ടി. അങ്ങനെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് വിത്ത് റിപ്പീറ്റഡ് മെഷർമെന്റ്സ്. ക്ലിയർ ആയോ? അതിൽ നമുക്ക് വിത്തൗട്ടേ പഠിക്കാനുള്ളൂ, വിത്ത് റിപ്പീറ്റഡ് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അനോവ 2-വേ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, 2 കേസ് ഉണ്ട്, വിത്തൗട്ട് റിപ്പീറ്റഡും വിത്ത് റിപ്പീറ്റഡും. എഴുതും 2-വേ അനോവ എഴുതിയിട്ട് 2-വേ അനോവ എഴുതിയിട്ട് ഒരു കോളൻ ഇട്ടിട്ട് 2 കേസസ് എഴുതാം. 2-വേ അനോവ എന്നിട്ട് ഒരു കോളൻ 2 കുത്തിട്ടിട്ട് 2 കേസസ്. അതാണ് നമ്മുടെ സൈഡ് ഹെഡിങ്. എന്നിട്ട് അതിലെ ഫസ്റ്റ് കേസ് ആയിട്ട് എഴുതാം കേസ് 1 വിത്തൗട്ട് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് ഓർ വാല്യൂസ്. വിത്തൗട്ട് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് ഓർ വാല്യൂസ് ഓർ ഫാക്ടേഴ്സ് എഴുതാം. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. വാല്യൂസ് പറയുമ്പോൾ 5 എത്ര പ്രാവശ്യം എഴുതി വന്നിരിക്കുന്നത്, എന്നിട്ട് എന്താ നമ്മളത് വിത്തൗട്ടിൽ എഴുതിയാണ്. ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് എഴുതാം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി മനസ്സിലാവാൻ എളുപ്പം. എന്നിട്ട് ഈ ഒരു എക്സാമ്പിൾ എഴുതാം. ഇത് വേണ്ട, ഇത് ഞാൻ വിത്തിന് വേണ്ടി എഴുതിയതാ. വിത്തൗട്ട് റിപ്പീറ്റഡ് മെഷർമെന്റ് വാല്യൂസ് അതിന്റെ എക്സാമ്പിൾ ആണ് ഇത്. വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വെറൈറ്റി ഓഫ് സീഡ്സ് എഴുതാം. എന്നിട്ട് ABCD ഇത് തന്നെ എഴുതാം. എഴുതിയാ? ഇനി രണ്ടാമത്തെ കേസ് വിത്ത് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓർ വാല്യൂസ്. വിത്ത് റിപ്പീറ്റഡ്
repeated measurements or factors or values. അതൊരു എക്സാമ്പിൾ എഴുതിക്കോളൂ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മൂന്നെണ്ണം ഉണ്ട്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്. ഡ്രഗ്സ്, അതില് ഡ്രഗ് പി, ഡ്രഗ്സ് ആണ്, ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഡ്രഗ്സ് പി, ക്യു, ആർ, 3 വെറൈറ്റി ഉണ്ട്. അതില് പി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ ഷുഗർ ലെവൽ ആവാം, ഇല്ലെങ്കിൽ ബി പിയുടെ ലെവൽ ആവാം, എന്ത് ലെവലോ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് പറയുന്നില്ല. ജസ്റ്റ് നമ്മളൊരു മെഷർമെന്റ് ചെയ്തിരുന്നു 14, 10 and 11. അതുപോലെ ബി എന്നുള്ള ഡ്രഗ് പി എന്ന് പറഞ്ഞിട്ടുള്ള ബി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ പി എന്ന ഡ്രഗ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ്സ് ആണ് 12. ഈ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ഷുഗറിന്റെ ലെവൽ ആവാം, ഷുഗർ അല്ല, നമുക്കിപ്പോ കണ്ടറിയാം ഷുഗറിന്റെ ലെവൽ ഇങ്ങനെയല്ല നമ്മൾ മെഷർ ചെയ്യാം. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇതിന്റെ ഇപ്പൊ നമ്മുടെ ഷുഗർ ലെവല്, ബി പി, കൊളസ്ട്രോൾ, അങ്ങനെ ഏത് ലെവൽ ആയിക്കോട്ടെ, ജസ്റ്റ് അതിന്റെ നമ്പർ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെന്നേ ഉള്ളൂ. 12, 14, 10 ഇതാണെങ്കിൽ നമ്മുടെ എന്തായി വിത്തൗട്ട് റിപ്പീറ്റ് ആണ്. ഇനി ഇത് വിത്ത് റിപ്പീറ്റഡ് ആകുമ്പോൾ ഒരു വ്യത്യാസം എന്താ വെച്ചാല് ഈ പി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് എ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന മെഷർമെന്റ്സ് ആണ് 15, 9, 11. അങ്ങനെ 2 സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. ഇവിടെ കിട്ടുന്നത് 11, 8. ജസ്റ്റ് വാല്യൂസ് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ, അതിൽ നമ്മളെ വ്യത്യാസം അറിയാൻ വേണ്ടിട്ട്. ഇവിടെ 10, 12, 9. ഇവിടെ എന്താണ്, ഇവിടെ റിപ്പീറ്റഡ് മെഷർമെന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഓരോ കോമ്പിനേഷനും നമ്മള് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഓരോ ഫാക്ടറും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എഴുതിയോ? ഇത് ജസ്റ്റ് അതിൽ നമ്മള് വിത്തൗട്ട് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, വിത്ത് നമ്മൾ പഠിക്കാനില്ല കേട്ടാ. ഇനി നമ്മുടെ അനോവയുടെ പ്രൊസീജിയറിലോട്ട് നമ്മൾ പോവാണ്. പ്രൊസീജിയർ ഫോർ 2-way അനോവ. പ്രൊസീജിയർ ഫോർ 2-way അനോവ. നമ്മള് 1-way ചെയ്ത പോലെ തന്നെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റപ്പ്, ഹൈപ്പോതെസിസ് സെറ്റപ്പ് ചെയ്യാം. സെറ്റപ്പ് H not such that there is no significant difference between columns. നമ്മള് ജനറൽ എഴുതുമ്പോൾ കോളം റോ എന്നാണ് പറയുക. കാരണം കോളത്തിൽ തരുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ലെവൽ, കോളമായിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളും 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഒരെണ്ണം കോളമായിട്ടും ഒരെണ്ണം റോ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ നേരത്തെ വെറൈറ്റി ഓഫ് സീഡ്സ്, വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസറും ഒരെണ്ണം റോ ആയിട്ടും ഒരെണ്ണം കോളം ആയിട്ടല്ലേ തന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ എഫക്റ്റുകള്. അപ്പൊ കോളം എഫക്ട് ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ കോളം എഫക്ട് എന്നും റോ എഫക്ട് എന്നുമാണ് പറയാ. മനസ്സിലായോ? കോളത്തിൽ തരുന്നത് ഒരു കോളത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിലെ കോളമായിട്ടും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിലെ റോ ആയിട്ടും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ജനറലി നമ്മൾ പറയുമ്പോ there is no significant difference between columns എന്ന് പറയാം. കോളംസ് എന്ന് പറഞ്ഞാൽ കോളത്തിൽ ഇപ്പൊ വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആണ് തരുന്നതെങ്കിൽ നമ്മുടെ ഹൈപ്പോതെസിസ് എന്താവും, there is no significant difference there is no significant difference by applying fertilizers. അങ്ങനെ എഴുതാം. ഇനിയിപ്പോ കോളത്തില് വെറൈറ്റി ഓഫ് സീഡ്സ് ആണ് തരുന്നതെങ്കിൽ there is no significant difference by taking different variety of seeds. അങ്ങനെ എടുക്കാം. മനസ്സിലായോ? ജനറലി നമ്മൾ കോളം റോ എന്ന് പറയുന്നതേ ഉള്ളൂ. ആ കോളവും റോയും ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2 സെറ്റ് ഓഫ് ഹൈപ്പോതെസിസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സെറ്റ് ആണ് there is no significant difference between columns. Again there is significant difference between columns. Similarly രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് H not such that there is no significant difference between rows. Against H1 such that there is significant difference. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടോ അപ്പൊ തന്നെ. There is significant difference between rows. നമ്മുടെ ഹൈപ്പോതെസിസ് ആണ് നമ്മുടെ ഫസ്റ്റ്
ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എഴുതിയോ? രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ നമ്മൾ വൺ വേയിലെ ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. കമ്പ്യൂട്ട് ദ കറക്ഷൻ ഫാക്ടർ CF, correction factor എന്ന് പറയുന്നത്. Correction factor equal to T square by capital N, where T is the sum of all values and capital N is the total number of observations. ഇതൊക്കെ നമ്മൾ വൺ വേയിൽ ചെയ്ത അതേ മീനിങ് തന്നെയാണ് പറയും. ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് കറക്ഷൻ ഫാക്ടർ CF ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. CF equal to T square by N ആണ്, where T is the sum of all values and capital N is the total number of observations. സൗണ്ട് ഇറക്കിയാച്ചാ ശരി. മൂന്നാമത്തെ സ്റ്റെപ്പ് കമ്പ്യൂട്ട് SST, ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. SST എങ്ങനെ കണ്ടുപിടിക്കാം? SST equal to sum of squares of all observations, minus CF. അടുത്ത സ്റ്റെപ്പ് SST കണ്ടുപിടിക്കുക. നാലാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് SST, sum of squares between columns. അത് അങ്ങനെ തന്നെ എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട. SST ഫൈൻഡ് sum of squares between columns. അതിന്റെ ബ്രാക്കറ്റിൽ SST എഴുതാം. ഈക്വൽ ടു സമ്മേഷൻ x1 divided by n1 plus summation x2 the whole square by n2 plus etc. minus t square by n, where summation x1, summation x2 etc. are the column totals. എത്ര കോളം ഉണ്ടോ ആ കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഫസ്റ്റ് കോളത്തിന്റെ ടോട്ടൽ ആണ് summation x1, സെക്കൻഡ് കോളത്തിന്റെ ടോട്ടൽ ആണ് summation x2 etc. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഫൈൻഡ് sum of squares between rows. അതിനെ നമ്മൾ SSR എന്ന് ഡിനോട്ട് ചെയ്യും. SSR equal to summation y1 square by n1 plus summation y2 the whole square by n2 plus etc. minus t square by n, where summation y1 comma summation y2 etc. are the row totals. n1 n2 etc. n1 n2 etc. എന്ന് പറയുന്നത് എന്താ? ഇവിടെ n1 n2 etc. പറയുന്നത് number of observations in each column. ഇവിടെ number of observations in each row.
എഴുതിയോ? ഉം. മിസ് എഴുതി. ഓക്കെ, ഇത് മാറ്റിയാണ് ഞാന്. സിക്സ്ത് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ആണോ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എറേഴ്സ്. അതിനെയാണ് നമ്മൾ SSE എന്ന് പറയുക, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എറേഴ്സ്. അതെങ്ങനെ എഴുതുക? SSE ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൽ നിന്ന് SSC സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളംസും സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ റോസും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് SSE. ഓ, SSRും കൂടി കുറയ്ക്കണം അല്ലേ? ഓക്കെ. സെവൻത് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് mean sum of squares. Mean sum of squares between columns. Between columns. അതിനെയാണ് നമ്മൾ MSC എന്ന് വിളിക്കുക. MSC equal to SSC by C minus 1, where C is the number of columns. Number of columns. Then അടുത്തത് find mean sum of squares between rows. Sum of squares between rows. അതാണ് MSR, which is equal to SSR by R minus 1, where R denotes the number of rows. നെക്സ്റ്റ് ഒരെണ്ണം കൂടി കണ്ടുപിടിക്കണം നമുക്ക്. കാൽക്കുലേറ്റ് mean sum of squares of errors. Sum of squares of errors. അതിനെയാണ് നമ്മൾ MSE എന്ന് പറയുക. MSE equal to SSE divided by C minus 1 into R minus 1. C minus 1 ആണ് into R minus 1. SSE by, അതായത് ഓരോ സം ഓഫ് സ്ക്വയേഴ്സിനെയും അതിന്റെ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ്. അനോവ ടേബിൾ പഠിച്ചു വെച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ ഓട്ടോമാറ്റിക്കലി കിട്ടും. എഴുതിയോ? ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്ത എത്രാമത്തെ? 9 10? 10. Okay. Next, compute F ratios. FC equal to MSC by MSE and FR equal to MSR divided by MSC. Then next step, degrees of freedom. അങ്ങനെ എഴുതണ്ട. 10ാമത്തെ സ്റ്റെപ്പ് എഴുതാൻ ബാക്കി വേറെ രീതിയിൽ എഴുതാം. അതിന്റെ താഴെ എഴുതാം, compare the values of FC and FR. Compare the values of FC and FR with the table values. Compare the values of FC and FR with the table values. F C minus 1 comma C minus 1 into R minus 1 ഇവിടെ ഉള്ളൂ. And F
r minus 1 comma c minus 1 into r minus 1 റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഇത് ഇതിനോടുമാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെയാ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതുക? എം എസ് സിയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സി മൈനസ് 1 ആണ്. എം എസ് സിയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സി മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 1 ആണ്. അതുകൊണ്ടാണ് ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ എഫിന് വന്നത്. ന്യൂമറേറ്ററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഡിനോമിനേറ്ററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Compare the values of fc and fr with the table values fc minus 1 comma c minus r minus 1 and fr minus 1 comma c minus 1 r minus 1 respectively. And if the calculated values are less than table values, and if the calculated values are less than table values, we accept the hypothesis. Hypothesis hypothesis എന്നാൽ assumptions എന്നുള്ള മീനിങ്ങില്. hypothesis അല്ല, SES plural form ആണ്. We accept the hypothesis, otherwise we reject. Otherwise we reject. We reject them. Otherwise we reject them. Idea. ആണ് ശരി. എല്ലാവരും എഴുതിയില്ലേ? The whole procedure can be summarized in the form of a table. The whole procedure can be summarized in the form of a table known as ANOVA table, which is given below. The whole procedure can be summarized in the form of a table known as ANOVA table, which is given below. ഈ ANOVA table പഠിച്ചു വെച്ചാൽ മതി. ഈ ANOVA table ആണ് നമ്മൾ ഈ പ്രൊസീജിയർ ആയിട്ട് നീട്ടി വലിച്ച് എഴുതിയത്. ഫസ്റ്റത്തെ കോളം source of variation, then sum of squares, then degrees of freedom, mean, sum of squares, F, table F, inference. ഇത്രയും കോളംസ് ആണ് വരിക. Sources of variation ആദ്യം between columns, then between rows, then error, total. Between columns in the sum of squares ne nammal SSC എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇത് SSR, ഇത് SSC, ഇത് SST. SSC യുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം C minus 1, ഇത് R minus 1, എററിന്റെ C minus 1 into R minus 1, ഇത് RC minus 1, R into C minus 1. RC minus 1 ഉണ്ട്. ഇനി ഇത് MSC എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? SSC by C minus 1. Then MSR, which is equal to SSR by R minus 1. ഇതിനെ അതിന്റെ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Then MSC എന്ന് പറഞ്ഞാൽ SSE by C minus 1 into R minus 1. ഇനി F ratio, ആദ്യത്തെ FC എന്ന് പറഞ്ഞാൽ എന്താ വരിക? MSC by MSE. Then FR, which is equal to MSR by MSC. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ F C minus 1 comma C minus 1 into R minus 1. ഇതിന്റെ ടേബിൾ വാല്യൂ F R minus 1 comma C minus 1 into R minus 1.
ഇൻഫറൻസ് ഇവിടെ ആയാലും ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. ഇവിടെ രണ്ട് ഹൈപ്പോത്തസിസ് വരുന്നതുകൊണ്ടാണ് രണ്ട് വാല്യൂ വരുന്നത് കേട്ടാ. നമുക്ക് രണ്ട് ഹൈപ്പോത്തസിസുകൾ ടെസ്റ്റ് ചെയ്യണം. സോ രണ്ടിനും ഡിഫറെന്റ് ഡിഫറെന്റ് എഫ് സ്റ്റാറ്റിസ്റ്റിക് ആണ് വരിക. ഒന്ന് കോളത്തിന്റെ എഫക്റ്റും ഒന്ന് റോയുടെ എഫക്റ്റും ആണ്. അതുകൊണ്ടാണ് എഫ് സിയും എഫ് ആറും വന്നത്. അത് രണ്ടും ഒന്നില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അതാണ് നമ്മുടെ ഇൻഫറൻസ്. എഴുതി കഴിഞ്ഞാൽ പറയാം. ഈ ടേബിൾ പഠിക്കണം കേട്ടോ. 1 ആയാലും 2 ആയാലും എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയ ടേബിൾ പഠിച്ചേക്കുക. ആ ടേബിളിൽ എഴുതിയത് തന്നെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ആയിട്ട് എഴുതിയത്. എന്താ ആദ്യം ഹൈപ്പോത്തസിസ് സെറ്റപ്പ് ചെയ്തു. പിന്നെ SSC കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം കറക്ഷൻ ഫാക്ടർ വേണം. സോ കറക്ഷൻ ഫാക്ടർ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ദെൻ SSC കണ്ടുപിടിച്ചു, SSR കണ്ടുപിടിച്ചു, SSE കണ്ടുപിടിച്ചു, SST കണ്ടുപിടിച്ചു. ഓരോന്നിന്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതി. ഈ ഓരോ സം ഓഫ് സ്ക്വയർസിനെയും കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ MSC, MSR, MSC കിട്ടും. എഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കോളത്തിന്റെ മീൻ സം ഓഫ് സ്ക്വയർസ് ഡിവൈഡഡ് ബൈ എറർ സം ഓഫ് സ്ക്വയർസ്. ഇതിന്റെ റോയുടെ മീൻ സം ഓഫ് സ്ക്വയർസ് ഡിവൈഡഡ് ബൈ എററിന്റെ മീൻ സം ഓഫ് സ്ക്വയർസ്. അതിന്റെ ടേബിൾ വാല്യൂസ് എഴുതി. ഇൻഫറൻസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് എഫ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ അക്സെപ്റ്റ്, അതർവൈസ് വി റിജക്ട്. രണ്ട് കേസിലും അങ്ങനെ തന്നെയാണ്. ടൂവേന്ന് എഴുതുക, അല്ലെങ്കിൽ ഏതിന്റെ ആണ് കൺഫ്യൂഷൻ ആണ്. കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ടു വേ അനോവ എന്നും അതിന്റെ പ്രൊസീജിയേഴ്സും അതിന്റെ അനോവ ടേബിളും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇതിന്റെ പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം. പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ